മാലിന്യ പ്രശ്നം ആമേഴഞ്ചാൻ തോട്ടിൽ അവസാനിക്കുന്ന ഒന്നല്ല. മാലിന്യ പ്രശ്നത്തിൽ നിന്ന് ശാപമോക്ഷമില്ലാതെ കൊച്ചിയിലെ മുല്ലശ്ശേരി കനാൽ റെയിൽവേയുടെ നിസ്സംഗത പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്നത് തീരാ ദുരിതങ്ങളാണ്. കനാലിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം മഴക്കാലത്ത് കരകവിഞ്ഞ് പരിസരങ്ങളിലെ വീടുകളിൽ കയറുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. കനാൽ ശുചീകരിക്കാൻ കൊച്ചി കോർപ്പറേഷനും സഹകരിക്കാൻ റെയിൽവേയും തയ്യാറായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ. റംഷ CP വിവരങ്ങളുമായി ചേരുകയാണ്. റംഷ, ആ ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് എത്രത്തോളം ദുഷിച്ചൊരു സംവിധാനമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. മഴ വരികയാണ്. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ മാലിന്യം മുഴുവനും അടിച്ചു കയറുക സാധാരണക്കാരുടെ വീട്ടിലേക്കാണ്. മാധു, തീർച്ചയായും അതുതന്നെയാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മുല്ലശ്ശേരി കനാലിന് പരിസരത്താണ്. ആ കനാലിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു തമാശ എന്നോണം ഇവിടെ ഒരു ബോർഡ് കാണാം. ജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയരുത് എന്ന് ഇപ്പോൾ സമീപ കാലത്ത് എപ്പോഴോ ഇവിടെ കൊച്ചി കോർപ്പറേഷൻ സ്ഥാപിച്ച ഒരു ബോർഡാണ്. അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഈ കനാലിന്റെ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കനാലിൽ കാണാം മാലിന്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ മഴ വന്നാൽ പോലും ഈ കനാൽ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പ്രദേശത്തെ ചില വീട്ടുകാരുമായൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് 1 മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് ഉൾപ്പെടെ ഈ മാലിന്യങ്ങളെല്ലാം കരകവിഞ്ഞ് ഒഴുകിയെത്തുന്ന സാഹചര്യമാണുള്ളത് എന്നതാണ്. ഈ കനാലിനെ സംബന്ധിച്ച് കൊച്ചിയിൽ പ്രധാനപ്പെട്ട ഒരു കനാലാണ്. MG റോഡ്, അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെല്ലാം ഉള്ള മഴ പെയ്യുമ്പോഴുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഈ കനാലിലേക്കാണ്. അപ്പോൾ ഈ കനാൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോഴുള്ള ഒരു സാഹചര്യം എന്നത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ റെയിൽവേ ലൈനിന് അടിയിൽ കൂടിയാണ് ഈ കനാൽ പോകുന്നത്. റെയിൽവേ ലൈനിന് അടിയിൽ കാലങ്ങളായി അടിഞ്ഞ മാലിന്യങ്ങളുണ്ട് എന്നതാണ് കോർപ്പറേഷൻ പറയുന്നത്. അത് ക്ലീൻ ചെയ്യണമെങ്കിൽ റെയിൽവേയുടെ അനുമതി വേണം. റെയിൽവേയുടെ സഹകരണത്തോടു കൂടി മാത്രമേ അത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള പലതവണ റെയിൽവേയെ സമീപിച്ചിട്ടും അതിന് തയ്യാറായിട്ടില്ല എന്നൊരു പരാതി കോർപ്പറേഷന് നേരത്തെ തന്നെയുണ്ട്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. നമുക്കവിടെ കാണാം ഗ്രില്ല് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാലിന്യങ്ങൾ, ഖരമാലിന്യങ്ങൾ അതിനടിയിലേക്ക് ഒഴുകിപ്പോകാതിരിക്കാൻ അവിടെ ഒരു ഗ്രിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തും ഇപ്പുറത്തെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സമയാസമയം നീക്കം ചെയ്തില്ലെങ്കിൽ ഒരു മഴ വരുമ്പോൾ ഇതെല്ലാം കൂടി കരകവിഞ്ഞ് തൊട്ടടുത്ത റോഡിലേക്കും വീട്ടിലേക്കും എല്ലാം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കനാലിന്റെ പരിസരം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ KSRTC. ഞാൻ ഇടത് റെയിൽവേ സ്റ്റേഷനും വലതുവശത്ത് KSRTC ബസ് സ്റ്റാൻഡുമാണ്. ഇതുവഴി ഈ കാണുന്ന റോഡ് വഴിയൊക്കെ ആളുകൾ സ്ഥിരം പോകുന്ന വഴികളാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന ആളുകൾ റോഡാണ്. ഈ റോഡിൽ ഉൾപ്പെടെ വെള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം, ഈ രാത്രി കാലങ്ങളിലൊക്കെ ഇതുവഴി ആളുകൾ നടന്നു പോകുന്നു. ലഹരി ഉൾപ്പെടെ ഉപയോഗിച്ച ആളുകളൊക്കെ ഇതുവഴി നടന്നു പോകുന്നുണ്ട് എന്നാണ് ഈ പ്രദേശത്തെ ആളുകളെല്ലാം പറയുന്നത്. ഇവരെങ്ങാനും കാല് തെറ്റി ഈ വെള്ളത്തിലേക്കൊന്ന് വീണു പോയാൽ കാണാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണാൻ കോർപ്പറേഷൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ കനാലിന്റെ പല ഭാഗങ്ങളിലും നടത്തുന്നുണ്ട്. പക്ഷെ അതിലും ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇത് കരാർ കൊടുത്തിരിക്കുകയാണ്. ഈ കരാറുകാരൻ ഇത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ മാത്രമാണ് ഈ മാലിന്യം നീക്കം ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി പ്രദേശവാസികൾ പറയുന്നത്. അതല്ലാതെയുള്ള ഇടങ്ങളിൽ, ഈ യന്ത്രങ്ങൾ ഇറക്കാൻ പറ്റാത്ത വീതി കുറഞ്ഞ ഇടങ്ങളിൽ അത് അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമാണുള്ളത്. ഈ മാലിന്യം മാത്രമല്ല, നമുക്കറിയാം കൊച്ചിയിലെ കായലിലും അതുപോലെ ഈ കനാലുകളിലും എല്ലാം പോളകൾ അടിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. വേനൽക്കാലത്ത് അത് കോരി മാറ്റാറാണ് പതിവ്. പക്ഷെ ആ നിലയിൽ ഈ കനാലിന്റെ പല ഭാഗത്തും അടിഞ്ഞുകൂടിയ പോളകൾ പൂർണ്ണമായും മാറ്റിയിട്ടില്ല. അതോടൊപ്പം ഈ മാലിന്യങ്ങളും ആ നിലയിൽ മാറ്റിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനി മഴ വരുന്ന സമയത്ത് ഇതെല്ലാം കൂടി കരകവിഞ്ഞ് സമീപത്തെ വീടുകളിലേക്കെല്ലാം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ കോർപ്പറേഷൻ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെട്ട് ഈ കരാറുകാരനെ കൊണ്ട് ഈ പോളയും അതുപോലെ തന്നെ മാലിന്യങ്ങളും ഈ കനാലിൽ മുഴുവനായി നീക്കം ചെയ്യുന്ന നടപടി സ്വീകരിക്കണം. അതോടൊപ്പം സദേൺ റെയിൽവേ കൂടി മുൻകൈയെടുത്ത് താല്പര്യമെടുത്ത് ഈ കനാലിന്റെ ഈ ട്രാക്കിനടിയിൽ വരുന്ന ഭാഗത്ത് കാലങ്ങളായി അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകണം എന്നതാണ് കോർപ്പറേഷന്റെ ആവശ്യം. അതിന് റെയിൽവേ തയ്യാറാവുകയും വേണം എന്നതാണ്. അല്ലെങ്കിൽ ഇതിന് പരിസരത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം വളരെ ദുസ്സഹമാകും. ഈ ഒരു മഴക്കാലം വരാൻ വേണ്ടി പോവുകയാണ്. ഒരു മഴ പെയ്താൽ പോലും അവരുടെ എല്ലാം വീട്ടിലേക്ക് വെള്ളം വിവരങ്ങൾ നൽകിയത്. 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു
പോകേണ്ടതുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് തന്നെ അവിടെ ചെന്നു നിന്ന് ഈ ആമേഴഞ്ചാൻ തോട്ടിലെ ഒരു മേഖലയിലാകെ നമ്മൾ വാർത്തയുടെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു, JCB ഉപയോഗിച്ച് അവിടുത്തെ മാലിന്യങ്ങൾ കോരി മാറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനോട് അടുത്തു നിൽക്കുന്ന ഇടത്ത് മാലിന്യങ്ങൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഈ ആമേഴഞ്ചാൻ തോട്ടിലെ തന്നെ ഇപ്പോൾ 2024 ഡിസംബറിൽ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ MP രാജേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണം നൊമ്പരമായ മനസ്സിലുള്ളതാണ്. അതിനുശേഷം വലിയ എഫോർട്ട് എടുത്ത് ആ ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കിയതിന്റെ ഒരു ദീർഘദൃശ്യമടക്കം MP രാജേഷ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് സംവിധാനത്തിന് ചെയ്യാൻ കഴിയുന്നത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് പരിപാലിക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. നമ്മൾ ഏറ്റവും മിനിമമായ ഒരു സിവിക് സെൻസ് കാണിക്കാതെ, ഏറ്റവും മിനിമമായ എഫോർട്ട് കാണിക്കാതെ, നമ്മുടെ മാത്രം വ്യക്തിപരമായ ഉത്തരവാദിത്വം കാണിക്കാതെ സംവിധാനങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നും എവിടെയും എത്തിച്ചേരില്ല എന്നത് പ്രധാനമാണ്. നമ്മൾ തന്നെയാണ് നാളെ ഈ ഇടങ്ങളിലെല്ലാം ബലിയാകേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം, ഏറ്റവും നിസ്സഹായമായ ഒരു സാഹചര്യം.